അങ്ങ് വെല്ലുവിളിക്കുന്ന ഒരു കാര്യം, ആ പറയുന്ന വാർഡുകൾ രണ്ടും 11, 14 വാർഡുകൾ രണ്ടും പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, അതിലാരുമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. പക്ഷേ ഞാൻ ഇവിടെ കോഴിക്കോടാണുള്ളത്, ഞാൻ നേരിട്ട് അത് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ അവിടെ കയറി അവിടുത്തെ വിഷ്വൽ ശേഖരിച്ചിരുന്നു. ആ വിഷ്വൽ ശേഖരിക്കുമ്പോൾ അവിടെ നിന്നാണ് ആളുകളെ മാറ്റിയത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഒരു നിമിഷം ഈ തർക്കം പരിഹരിക്കണമല്ലോ, അവിടെ രോഗികളുണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതാണ്. ഒരു നിമിഷം പ്രകാശ് മാസ്റ്റർ, അതിൽ നമ്മൾ രണ്ടുപേരും തർക്കിച്ചിട്ട് കാര്യമില്ല. നമ്മൾ രണ്ടുപേരും അവിടെ സംസ്ഥാനത്തുണ്ടായിരുന്നില്ല. ഒരു നിമിഷം ആ രക്ഷാപ്രവർത്തനത്തിന് മുഴുവൻ സമയത്തോടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ ജോസി ബാബു ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് തോന്നുന്നു. ജോസി, ഞാൻ ജോസിയിലേക്ക് വരാം, അങ്ങ് തുടർന്നോളൂ. നിങ്ങൾക്ക് ഗവൺമെന്റിനെ ന്യായീകരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അല്ലല്ല, ഇത് ഗവൺമെന്റിനെ ന്യായീകരിക്കാനല്ല, അവിടെ എന്താ നടന്നത് പ്രേക്ഷകർ അറിയിക്കാൻ വേണ്ടിയാണ്. ജോസി ബാബുവിനെ മാത്രമാക്കണ്ട, നിങ്ങൾ അവിടുത്തെ യുഡിഎഫിനാണ്. അല്ല, ഞങ്ങൾക്ക് അയാളെ ആശ്രയിക്കാൻ കഴിയുള്ളൂ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഞങ്ങളുടെ റിപ്പോർട്ടറാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ പണിയതല്ലേ. ഒരു സംഭവം ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോ 3 ദിവസക്കാലല്ലേ ചർച്ച, പിന്നെ കോട്ടയത്ത് ഉണ്ടായപ്പോ 6 ദിവസക്കാലം ചർച്ചയുണ്ടാവും. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, LDFിന്റെ ഗവൺമെന്റ് ആരോഗ്യ രംഗത്ത് നേടിയ നേട്ടങ്ങളെ അതിന് തമസ്കരിക്കാൻ കഴിയണം. UDFിന്റെ കാലത്തെ ആരോഗ്യ രംഗത്തെ അന്യായങ്ങളെ മറക്കാൻ പ്രേരിപ്പിക്കണം. ഈ ഗവൺമെന്റ് കൊള്ളരുതാത്ത ഗവൺമെന്റ് ആണെന്ന് സ്ഥാപിക്കണം. മന്ത്രിമാര് കള്ളന്മാരാണെന്ന് സ്ഥാപിക്കണം. അധികാരം വിട്ടുപോയാൽ വേറെ മാർഗമില്ലാതെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഇതിനു വേണ്ടിയാണ് തത്രപ്പാടുക എന്നുള്ളത് അറിയാത്തവരല്ല മലയാളികൾ, എനിക്കും അറിയാം. പക്ഷേ ഞങ്ങളുടെ വാദം കേൾക്കാതിരിക്കരുതല്ലോ എന്നുകൊണ്ട് ഞങ്ങൾ വരുന്നതാണ്. 4 പേര് ഞങ്ങൾക്ക് എതിരാണ് ചർച്ചയിൽ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ കേരളത്തിലെ ആളുകൾക്കറിയാം എന്താണ് മീഡിയ വൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, അവർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്. ഇതൊന്നും അറിയാത്തവരല്ല മലയാളികൾ. അവസാനത്തെ കഴിഞ്ഞ ഗവൺമെന്റ് 2 കൊല്ലക്കാലം നിങ്ങൾ നടത്തിയ പ്രവർത്തനം എത്ര വലുതാണ്. അതായത് അങ്ങ് വാദിക്കുന്ന ഒരൊറ്റ കാര്യം, ആ പൂട്ടിയിട്ട വാർഡുകളിൽ രോഗികൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സ്വാഭാവികമായും സൂപ്രണ്ടും മന്ത്രിമാരും എന്ത് ചെയ്യുന്നു, അവിടെ മറ്റാളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന അർത്ഥത്തിൽ അവർ പോകുന്നു. ഇതാണ് ഉണ്ടായൊരു കാര്യം. ജോസി ബാബു നമ്മളോടൊപ്പം ചേരുന്നു. ജോസി എന്താണ് അവിടെ കണ്ടത്? ഈ പൂട്ടിയിട്ടു എന്ന് പറയപ്പെടുന്ന വാർഡിൽ രോഗികൾ ഉണ്ടായിരുന്നു, അവിടെ കയറി കണ്ടപ്പോൾ എന്താണ് കണ്ടത്? ഒരു നിമിഷം പ്രകാശ് മാസ്റ്റർ, ജോസി സംസാരിച്ചോട്ടെ, എന്നിട്ട് നമുക്ക് തർക്കം തീർത്തിട്ട് പോകാം. അജിംസി, അപകട വാർത്ത നമ്മൾ മാധ്യമങ്ങൾ എല്ലാവരും അറിയുന്നത് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിന്റെ ഇടയിലാണ്. അവിടെ നമ്മൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഈ വാർത്ത അറിയുന്നത്. ഉടൻ തന്നെ നമ്മൾ ഈ മെഡിക്കൽ കോളേജിലെ അപകട സ്ഥലത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. എത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ശുചിമുറിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്ന് മനസ്സിലാക്കുകയും അവിടെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ 14, 11 വാർഡുകളിൽ രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായത്. കാരണം നമ്മൾ പിന്നീട് ക്യാമറയുമായി ഈ വാർഡുകളുടെ സമീപത്തേക്ക് എത്തുമ്പോൾ അവിടെ ആളുകൾ അവരുടെ തുണിയും മറ്റ് സാധനങ്ങളുമായി പുറത്തേക്ക് പോകുന്നതും കാണാമായിരുന്നു. കൂടാതെ എല്ലാ കിടക്കകളും രോഗികൾ കിടക്കുന്ന രീതിയിലുള്ള സാധന സാമഗ്രികളൊക്കെയും തന്നെയും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ വാർഡിൽ കിടന്ന ആളുകളെ, ഈ മരിച്ച ബന്ധുക്കളെ അടക്കം നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ആ വാർഡിൽ നിന്നുമാണ് അവർ പോയതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ആ വാർഡിൽ കഴിഞ്ഞ രോഗികളിൽ നിന്ന് നമുക്ക് പ്രതികരണങ്ങൾ ലഭ്യമാവുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ നിരന്തരമായി വിമർശനമായി ഉയർന്നു വരുന്നത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ കള്ളം പറഞ്ഞു, ആ വാർഡ് പ്രവർത്തിച്ചിരുന്നില്ല എന്നത് വസ്തുതാപരമായി അതിന്റെ പ്രകാശ് മാസ്റ്റർ, അങ്ങേക്ക് ടെലിവിഷൻ കാണാമെങ്കിൽ ഞങ്ങൾ കാണിക്കുന്ന വിഷ്വൽ കാണിക്കാം, ആ വിഷ്വൽ ഒന്ന് കാണിക്കൂ പ്ലീസ്. അതായത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ടോയ്ലറ്റ് കോംപ്ലക്സിനകത്ത് നിങ്ങൾ പറയുന്ന 11, 14 വാർഡുകളാണ് ഈ കാണുന്നത്. അവിടെ രോഗികളുണ്ട്, അവിടെ ട്രിപ്പ് സ്റ്റാൻഡ് ഉണ്ട്, അവിടെ കട്ടിലുകളുണ്ട്. ഇതാണ് നിങ്ങൾ പറയുന്ന ആളൊഴിപ്പിച്ചു എന്ന് പറയുന്ന വാർഡ്. അതിന് നോക്കൂ, സീലിംഗ് വരെ പൊളിഞ്ഞിട്ടുണ്ട്. അതിന്റെ എന്തിനു കള്ളം പറയണം ഞങ്ങൾ? പ്രകാശ് മാസ്റ്റർ, അത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത്. ഇത് ജീവനുള്ള ദൃശ്യമാണ്. നോക്കൂ, നിങ്ങൾ അടച്ചുപൂട്ടി എന്ന് പറയുന്ന ആ വാർഡിൽ രോഗികൾ കിടക്കുന്ന ദൃശ്യമാണ്. വെള്ളക്കുപ്പികൾ, പാത്രങ്ങൾ, ട്രിപ്പ് സ്റ്റാൻഡ്, ഇതാ നോക്കൂ, ട്രിപ്പ് സ്റ്റാൻഡുകൾ. ഇതാണോ നിങ്ങൾ അടച്ചുപൂട്ടിയ വാർഡ്? നിങ്ങൾ ഞാൻ പറയുന്ന അവിടെ ആളുണ്ടായില്ല എന്നൊന്നും ജയകുമാറും പറഞ്ഞില്ല, ഞാനും പറഞ്ഞിട്ടില്ല. അവിടെ അഡ്മിഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ 2 വാർഡുകൾ എത്രയോ കാലമായിട്ട് അടച്ചുപൂട്ടി അഡ്മിറ്റ് ചെയ്യാതെ പിന്നെ എങ്ങനെ ട്രിപ്പ് സ്റ്റാൻഡുമായി രോഗികൾ അവിടെ കിടക്കും? പ്രകാശ് മാസ്റ്റർ അങ്ങ് പറഞ്ഞു തന്നാൽ അഡ്മിറ്റ് ചെയ്യാതെ രോഗികൾ കിടക്കകളിൽ ട്രിപ്പ് സ്റ്റാൻഡുമായി എങ്ങനെ അവിടെ കിടക്കുമെന്ന് പറഞ്ഞു എനിക്ക്. ഒരു സ്ഥലത്ത് രാത്രി കാലത്ത് ആൾ കിടക്കുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. അല്ല, അതേന്ന് നിങ്ങൾക്ക് ആശുപത്രി കിടന്നിട്ട് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്സിജൻ സിലിണ്ടർ പോലും ഉണ്ട്, ഓക്സിജൻ സിലിണ്ടർ ഉണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ട്. സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വാർഡാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഞങ്ങൾ എന്തിന് കള്ളം പറയണം? ഞങ്ങളെ ശവന്തീനികളെന്നും കള്ളന്മാരെന്നും നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾ തെളിവ് സഹിതം ആ ദൃശ്യം കാണിച്ചു തരാം.
എല്ലാം നിങ്ങളുടെ പത്രപ്രവർത്തകന്മാരാണല്ലോ ജയകുമാരോട് പോയി ചോദിച്ചത്. അതിന്റെ പിന്നെ ഇത് വീഡിയോ നിങ്ങൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. ആ വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയും അദ്ദേഹത്തോടൊന്നും ചോദിക്കുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞല്ലോ 14 വാർഡുകൾ പൂട്ടിയിട്ടതാണ്. ആ പൂട്ടിയിട്ട വാർഡിന്റെ പിന്നെ പൂട്ട് പൊളിച്ചിട്ടാണ് സൂപ്രണ്ട് അകത്ത് നോക്കിയത്. ഞാനും വാസവനും ഒന്നിച്ചാണ് ഇവിടെ നോക്കിയത്. അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. അതാണ് ഞാൻ മന്ത്രിയോട് പറഞ്ഞത്. മന്ത്രി അതാണ് പറഞ്ഞത്. ഇത്രയും കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാലോ. ചോദിച്ചില്ലല്ലോ നിങ്ങൾ. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് കേരളത്തിനാകെ അറിയാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഞങ്ങളുടെ താല്പര്യമാണോ ശ്രീ പ്രകാശ് മാസ്റ്റർ? ഈ കാണുന്ന ദൃശ്യം ഞങ്ങളുടെ താല്പര്യമാണോ? സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി വാർഡ്, ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെയുള്ള ഒരു ആശുപത്രി വാർഡിനെ കുറിച്ച് മാധ്യമങ്ങൾ കള്ളം പറയുന്നത് എന്തിനാണ് നിങ്ങൾ ആരോപിക്കുന്നത്? ഈ ദൃശ്യം കള്ളം പറയുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളെ ദൃശ്യത്തെ പറ്റിയല്ല. ഞാൻ പറഞ്ഞത് ഇന്ന് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് ജയകുമാർ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഉണ്ടാക്കിയ കാര്യമൊന്നുമല്ലോ. ഓക്കെ, ജയകുമാറിനെ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യണം. അതായത് ഈ വിഷയത്തിൽ ജയകുമാറാണ് ഉത്തരവാദി എന്നാണ് അങ്ങ് പറയുന്നത്. ഈ പ്രശ്നത്തിൽ ജയകുമാറാണ് മറുപടി പറയേണ്ടത്. ജയകുമാറിനാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ എന്റെ വായിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് സ്വതന്ത്രമായി പറയാം. നിങ്ങൾ എന്റെ വായിൽ കുത്തിത്തിരിക്കാൻ ശ്രമിക്കരുത്. ഞാൻ എപ്പോഴാ ജയകുമാർ ഉത്തരവാദി എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും, അതെനിക്കറിയാം. ആ താല്പര്യത്തിന് നിങ്ങൾ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. ഞാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആശ്രയിച്ചുകൊണ്ട് പറയുന്നതാണ്. അത് പിന്നെ നിങ്ങൾ ഞാൻ കള്ളമാണെന്ന് പറയുന്നത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നിങ്ങളുടെ താല്പര്യത്തിനൊത്ത് വാർത്തകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോ രോഗികൾ ഉണ്ടായിരുന്നില്ല എന്ന് ആര് പറഞ്ഞാലും അത് ലോക പ്രശസ്തനായ ഒരു ഹൃദ്രോഗ വിദഗ്ധനായ ആ ഡോക്ടർ പറഞ്ഞാലും തെറ്റാണ് എന്നാണ് ആ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. അവിടെ ആളുണ്ടായിരുന്നു. ആയിക്കോട്ടെ. ഇപ്പൊ ഞാനിപ്പോ അതിന്റെ മേലെ വേറെ തർക്കിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് അവിടത്തെ അദ്ദേഹമാണല്ലോ ഈ കാര്യത്തിൽ ആദ്യം മുതലേ ഉള്ളത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് എന്നുള്ള കാര്യം അത് നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്നത് എന്താ? UDF കാരൻ പറയുന്ന ന്യായം അതെന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? അവിടെ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഇത് പറയണ്ടേ? വാസവൻ വന്ന സമയം, വാസവനും അതുപോലെ MD അവിടുത്തെ പിന്നെ മെഡിക്കൽ സൂപ്രണ്ടും പോയിട്ട് നോക്കിയ സമയം, അവിടെ പൂട്ട് പൊളിച്ച കാര്യം, ഈ പറയുന്ന സ്ഥാനം പൂട്ടിയിട്ടതാണെന്ന് പറയുന്ന കാര്യം, 30-4 നടന്ന മീറ്റിംഗിൽ ഇവിടെ ഒരു കാരണവശാലും ആളെ കിടത്താൻ പാടില്ല ഇത് എന്ന് പറഞ്ഞ് തീരുമാനിച്ച കാര്യം, ഈ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മറ്റാരെങ്കിലും പറഞ്ഞല്ല. നിങ്ങൾ അതിന് പറയുന്നത് എന്താ? ഇവിടെ ഇപ്പോ പ്രതിപക്ഷത്തിന്റെ വലിയ ന്യായം എന്താ? കള്ളം പറഞ്ഞു, അതുകൊണ്ട് സുരക്ഷാ ദൗത്യം താമസിച്ചു. രണ്ടും ശരിയല്ലല്ലോ. ഒരു കള്ളവും പറഞ്ഞില്ല 2 മന്ത്രിമാരും. സുരക്ഷാ ദൗത്യം ഇവിടെ പിന്നെ പറഞ്ഞല്ലോ. സംഭവം ഉണ്ടായിട്ട് 10 മിനിറ്റ് കൊണ്ട് സുരക്ഷാ ദൗത്യം ആരംഭിച്ചു. പിന്നെ ഹിറ്റാച്ചി ഇവിടെ കാര്യമില്ല. ഭരണകൂടത്തിനോ സിസ്റ്റത്തിനോ ആശുപത്രികൾക്കോ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രിമാർ ആവർത്തിക്കുന്ന പോലെ പ്രകാശ് മാസ്റ്റർ ആവർത്തിക്കുന്നു. ഞാൻ അത് മുഖവിലയ്ക്ക് എടുക്കുകയാണ്. ഓക്കെ